ഞങ്ങളങ്ങനെ സുവോളജിക്കൽ പാർക്കിലേക്ക് എൻട്രി ചെയ്യണം. ഞങ്ങളിപ്പോൾ ഒരു സാധനത്തിന് അടുത്ത് കാണാൻ പറ്റിയത് ഇതാ കടുവ നടന്നു. വലിയ കുഴപ്പമില്ല. ഇതായിട്ടുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് പോവാം. കുട്ടൻ്റെതായാലും സ്കൂൾ അടച്ചു. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ കുട്ടനല്ലൂർ സെൻട്രലായി. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ഉണ്ടാവും ഈ സ്ഥലത്തേക്ക്. ഇതിപ്പോൾ കുട്ടനല്ലൂർ സെൻറ്ററാണ്. ഇത് കുട്ടനല്ലൂർ ഫ്ലൈ ഓവറാണിത്. ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇപ്പോൾ പുത്തൂർ റോഡിലേക്ക് കയറി. ഇതാണ് റോഡൊക്കെ അടുത്ത കാലത്ത് റോഡിലേക്ക് പണി നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 2-3 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇതാണ് സുവോളജിക്കൽ പാർക്ക്. ഇത് ടൈം എത്ര മണിയെന്ന് എനിക്ക് അറിയില്ല. 9 മണി 10 മണി എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കയറാൻ നോക്കാം. എൻട്രി അപ്പുറത്താണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സുവോളജി പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ്. പാർക്കിങ് കാര്യങ്ങളൊക്കെ വലിയ സൗകര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര ചേഞ്ച് ഉണ്ടോ? ഇത് ഞങ്ങളങ്ങനെ സുവോളജിക്കൽ പാർക്കിലേക്ക് എൻട്രി ചെയ്യണം. എൻട്രൻസും കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ക്ലോക്ക് റൂം. അങ്ങനെ ഞങ്ങൾ സുവോളജിക്കൽ പാർക്കിലെത്തി. ഇതാണ് എൻട്രൻസിന് ഞങ്ങൾ അകത്ത് കിടന്നു. ഇവിടെ നല്ല ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. വളരെ കളർഫുള്ളാണ്. സുവോളജിക്കൽ പാർക്ക് എന്നെഴുതിൻ്റെ അത് എഴുതിക്കണത് സുവോളജിക്കൽ പാർക്ക് എന്നാട്ടാ കൂട്ടാ. വേണ്ടാ അത് കാണുന്നത് കണ്ടത് ഇതിൽ വായിച്ചു നോക്ക്. സുവോളജിക്കൽ പാർക്ക് പുത്തൂർ ഇതിൽ കാണാം. വേണ്ടാ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ എന്നാണ് അത് എഴുതിയിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ക്യാമറ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് അകലെ നിന്ന് കാണണം, എന്നാലേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം. അതൊക്കെ നന്നായിട്ടുണ്ട്. വളരെ അടിപൊളിയുണ്ട്. കാണാൻ വളരെ നീറ്റാണ്. ഇനി ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയി വരണം. അതിന് എത്ര കാലം പിടിക്കുന്നുള്ളത് അറിയില്ല മുഴുവൻ. കാരണം ഇതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ 1996 തുടങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോൾ 2026 ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത്. ഇത് മുതല ക്രൊക്കഡൈൽ. ഇതിനുള്ളിൽ ക്രൊക്കഡൈൽ ഉണ്ടെന്ന് അവർ പറയണേ. നോക്കിയോ കേട്ടോ വല്ല ക്രൊക്കഡൈൽ ഉണ്ടോന്ന്. ഇതിൽ മുതലുണ്ട്. അതിൽ ക്ലാസ് റൂമിൽ മുതലല്ല, മീനിനെ കാണാണ്ട്. മുതല അവിടെ അടക്കണ്ട. അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ? ഇവിടെ അല്ലേ? ആ അതെ, അവിടെ ഒരു ചീങ്കണ്ണി കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചീങ്കണ്ണീനെ കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ബേർഡ്സ് ആണെന്നാണ് പറയണത്. പക്ഷികൾ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാൽ ആ ഭാഗത്തേക്ക് പോയാൽ അവിടെ മാനുകളുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ KSRTC ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ 30 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ കയറിയിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അല്ല ഇത് മുഴുവൻ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ കയറി നോക്കാം.
ഇതെന്ത് എഴുതി വെച്ചേക്കുന്നു? അത് ശരി, പുറത്തുനിന്ന് വരുന്നതാ? ആ ആ ആ. ഓ യെസ്. ഇത് പിന്നെ മലയണ്ണ, ഇതിപ്പോ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട്. ഇത് മലയണ്ണാണ്. ഈ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു തരം അണ്ണാനാണ് മലയണ്ണ. നമ്മുടെ നാട്ടിലുള്ളതാണ്. അതല്ലാതെ ചെറിയൊരു അണ്ണാനുണ്ട് അവിടെ. തൽക്കാലത്തേക്ക് ഇവിടെ വരുമ്പോഴേ ആളുകൾ വരുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളൊരു ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെറുതെ നടക്കാൻ പോകണമെന്ന് വിചാരിച്ചാൽ മതി. കാര്യമായ രീതിയിലുള്ള മൃഗങ്ങളൊന്നും ആയിട്ടില്ല. ആവുമായിരിക്കും വിചാരിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ കൂട്ടാ. ഇങ്ങനെ നടക്കാം, കാണാൻ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. അത് ഇവിടെ എന്തല്ല? ആ അത് പെലിക്കനാ. അത് അവിടെ ഒരു പെലിക്കൻ കിടക്കുന്നുണ്ട്, ഞാൻ സൂം ചെയ്യാം. അതങ്ങനെയാണ്, അത് പെലിക്കനാണത്. ഓസ്ട്രേലിയൻ ഫുഡ് ഡിസൈനർ അയാൾ ജോൺ കോ എന്നാണ് പേര് തോന്നുന്നു. അയാളാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അയാളുടെ ഡിസൈനാണ് സംഭവം. ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരു പക്ഷേ ഇത് എത്ര കണ്ട് ഗവൺമെൻറ് സംവിധാനത്തിൽ എത്ര കണ്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് നമുക്കറിയില്ല. പ്രൈവറ്റ് ഏജൻസികളൊക്കെ ഭാവിയിൽ ഏൽപ്പിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. ഇതോ അവിടെ ഒരു ഇതെന്തോ കാണുന്നുണ്ട്, ഗരുഡനാ അങ്ങനെ എന്തോ. ഇതിനുള്ളിലൊക്കെ പക്ഷികളുണ്ട് കേട്ടോ. അതെന്ത് സിൽവർ ഫെസൻറ്റ് എന്നാണ് പറഞ്ഞത്. ഇതെവിടെ നടക്കുന്നു അവസാനം? സ്ട്രോക്ക് ഇതവിടെ നടക്കുന്നു, വരുന്നു. ഇതാണ് ആ സാധനം. ഇവിടെ എന്ന് വെച്ചാൽ തൃശ്ശൂർ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 12-13 ഏക്കർ സ്ഥലത്താണ് തൃശ്ശൂർ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള ആനിമൽസിനെ ഇങ്ങോട്ട് മാറ്റി. ഇത് 350 ഏക്കറോളം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു 10% ഭാഗത്തേക്ക് പോലും ഇവിടെ മൃഗങ്ങളില്ല. കാലക്രമേണ വീണ്ടും വരും എന്ന് വിചാരിക്കുന്നു. നല്ലത് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ബൊട്ടാനിക്കൽ ഗാർഡനിൽ വരുന്ന പോലെ വരിക, നടക്കുക, വേറെ ഒന്നുമില്ല. നല്ല വെയിലാണ്, അപ്പം അധിക സമയം പറ്റുന്നില്ല. ഇവിടെ ബസ്സുണ്ട്, ബസ്സിൽ കയറാൻ പോയിന്. കന്യാസ്ത്രീ കൊക്ക്, ഇതാണ് കന്യാസ്ത്രീ കൊക്ക്. കന്യാസ്ത്രീ കൊക്കിന് അപ്പുറത്തുനിന്ന് കിട്ടുമോ നോക്കിയോട്ടെ. കന്യാസ്ത്രീ കൊക്ക് ഇവിടുന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണാമായിരിക്കും. കന്യാസ്ത്രീ കൊക്ക് ഓഫ് ചെയ്യും. ഇതവിടെ ഒരു കന്യാസ്ത്രീ കൊക്ക് ഇരിക്കുന്നു. ഇതാണ് കന്യാസ്ത്രീ കൊക്ക്. അടുത്തൊരു കന്യാസ്ത്രീ, അടിപൊളി. കറക്റ്റ് നമ്മുടെ ഓഫ് ചെയ്ത് വന്നു. നമുക്ക് ആരും കഴിയാവുന്നത് ഓടിച്ചാടി വരുന്നും വേണ്ട. അതിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല കേട്ടോ. മൃഗങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, അതിനുള്ള മൃഗങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല. ഇത് പിന്നെ നമ്മുടെയൊക്കെ പറമ്പിൽ നാട്ടിലിപ്പോൾ ഇഷ്ടം പോലെ കാണുന്ന സാധനം മയിൽ. ഇതേ കിടക്കുന്നു. ഇത് പിന്നെ ഇവിടെ ഇഷ്ടം പോലെയാണ് നാട്ടിൽ. അവിടെ വരണം, അവിടെ വരണം. ഇനി അതിനുള്ള നീളമുണ്ടോ? ഇല്ല. ഇനി മാനിനെ കാണാൻ പോകുന്നു. ഇതല്ലേ വഴി? അതിവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അത് വലിയൊരു ചീങ്കണ്ണി കിടക്കുന്നുണ്ട്. അമ്പാ ഒരു ചീങ്കണ്ണി കണ്ടു കേട്ടോ. ഇത് വലിയ ചീങ്കണ്ണിയാ. ഉച്ച സമയത്തൊന്നും വരാണ്ടൊക്കെ നല്ലത്. വല്ല വൈകുന്നേരം 3 മണി 4 മണിയൊക്കെ ആണെങ്കിൽ ചൂട് കുറവുണ്ടാവും. ഇത് നല്ല വെയിലാ. 2 കുപ്പി വെള്ളം മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കഴിയും. അതേപോലുള്ള വെയിലാ. ഏതായാലും ഉള്ളിമാൻ, ഇവിടെ മാനിനെ കാണുന്ന സ്ഥലമാണ്. അവിടെ മാനുകൾ നിൽക്കുന്നുണ്ട്. നടന്ന് 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 മനുഷ്യൻ്റെ പണി തീരും. തന്നെ നടത്തം തന്നെ മെയിൻ പണി. ഈ ഇത്രയും വലിയ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളുകളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ളൊരു സംഭവം ഇവിടെ ഇല്ല കേട്ടോ. കാരണം നമ്മളിത് ഇത്രയും വലിയ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടായെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊരു എന്താ പറയുക, ഒരു ഗാർഡനിൽ കൂടെ നടക്കുന്ന പോലെ കാര്യമായ രീതിയിലുള്ള ജീവി വർഗങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഓരോ ഫോണിനും ഓരോ പേരൊക്കെ ഇട്ടിരിക്കുക. ഇതിപ്പോൾ ഒരു സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞൊരു ഫോണാണ്. അവിടെ ഇപ്പോൾ കുരങ്ങന്മാരുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കിയോട്ടെ, അവിടെ കുരങ്ങന്മാരുണ്ടോ നോക്കാം നമുക്ക്. സൈലൻറ്റ് വാലിയിൽ ഇതാണ് സൈലൻറ്റ് വാലി. അവിടെ സൈലൻറ്റ് വാലി ഫോൺ.
ഇതിനുള്ളിൽ എന്താ നോക്കാം. ഈ നടപ്പാതകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു രസമുണ്ട്, നാച്ചുറൽ ഇതാണ്. കാരണം ഇതൊക്കെ വുഡാണെന്ന് തോന്നുന്നു, അല്ല ഇത് ഇരുമ്പാണ്, പക്ഷെ നിലത്തിട്ടിട്ടുള്ളത് ടൈപ്പ് ഓഫ് ഇത് ചൂളയാണ്, ഇഷ്ടികയാണിത്. ഇതൊക്കെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇതൊരു കാണാൻ പ്രകൃതി ഭയങ്കര ഇതാണ്, തിക്കായിട്ട് കാട് പോലെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ഇതൊരു പ്രോപ്പറായിട്ടിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രൈവറ്റ് ഏജൻസിയിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, തായ്ലൻഡിലെ സഫാരി വേൾഡ് എന്ന് പറഞ്ഞൊരു സൂ ഉണ്ട് അവിടെ. അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റർടൈൻമെൻറ്റ് ഷോകളും കാര്യങ്ങളൊക്കെ ആയി രാവിലെ ഒരു 10 മണിക്ക് കയറിയാൽ വൈകുന്നേരം 4 മണി വരെ അതിനുള്ളിൽ പല പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെയാണ്. ആനിമൽസിൻ്റെ ഷോ ഉണ്ട്, ഡോൾഫിൻ ഷോ, ബേർഡ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നാലേ ഇത് ആളുകൾക്ക് ഗുണമുണ്ടാവുള്ളൂ. പിന്നെ എന്നാൽ ഇതുപോലുള്ളൊരു ഇത്രയും വലിയൊരു സൂ പണിയുമ്പോൾ ഇത് നമ്മുടെ നാട്ടുകാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാവരുത്, ഇത് പുറത്തുനിന്നുള്ള ആളുകളോട് വരണം. വന്നാൽ മാത്രമേ ഇതൊരു പ്രോഫിറ്റിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും കൂടെ വേണം. ഇപ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ അങ്ങനെ കുറേ എന്തൊക്കെയോ പണിതിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ രീതിയിലൊന്നുമില്ല. അപ്പോൾ അത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് വല്ല പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഈ വണ്ടർലയിൽ 1000-1500 രൂപ കൊടുത്ത് എത്ര ആൾക്കാർ അവിടെ പോണത്? അതൊരു എൻ്റർടൈൻമെൻറ്റായ കാര്യമാണ്. നമ്മളിതിന് കാശ് കൂടിയാലും കുഴപ്പമില്ല, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാൻ ആളുകളുണ്ടാവും. ഇല്ലാത്തടത്തോളം കാലം ഇതൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഇത്ര കാര്യങ്ങൾ വന്നു, ഇതിന്ന് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്, ഐസ്ക്രീം എന്തെങ്കിലും ഉണ്ടോ നോക്കിയോട്ടെ, ചോദിച്ചു നോക്ക്. ഐസ്ക്രീം ഉണ്ടോ ചോദിച്ചു? ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീം 60 രൂപ ഒരെണ്ണത്തിന്, കുഴപ്പമില്ല. അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് തണുത്തു. ഇനിയിപ്പോൾ ഇവിടെ പുലിയുണ്ട്, കടുവുണ്ട്, കാട്ടുപോത്തുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ലെപ്പേർഡ്, ടൈഗർ 1, ടൈഗർ 2 ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഒരു പബ്ലിസിറ്റി കൊടുത്തതിൻ്റെ 100-ൽ ഒരു 25% പോലും ഇവിടെ ഇല്ല. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നമ്മൾ ഇതിനൊരു പോസിറ്റീവായ അഭിപ്രായം മാത്രം വേണ്ട കാര്യമില്ല, നെഗറ്റീവും ഉണ്ടല്ലോ. ഇതിൻ്റെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലാണോ ഇങ്ങോട്ട് വാ, ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം ആദ്യം. ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ സർക്കാർ സംവിധാനം കൊണ്ട് ഫണ്ടും കാര്യങ്ങളും വെച്ച് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഏറ്റവും നല്ലത് പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്ത് അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ റെൻറ്റോ കാര്യങ്ങളൊക്കെ സർക്കാർ മേടിച്ച് ഇത് കൊടുക്കുക. ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ ആളുകൾ വരും. കാശ് ആളുകളൊന്നും ഇവിടെ ചിലവാക്കിയാൽ മാത്രമേ ഇവിടെയുള്ള ചുറ്റുപാടുള്ള ആളുകൾക്ക് കാശ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചിന്താഗതി ഇല്ലാതിരിക്കുക. കാരണം കാശുള്ളവർ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിയുള്ള പൊതു ഏരിയ ഡെവലപ്പ് ചെയ്യും. ഇത് അല്ലെങ്കിൽ ഇത് ഒന്നാവില്ല. ഇതിപ്പോൾ കടുവ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ, പുലിയോ ഇവിടെ അവിടെ അങ്ങനെ അകലായിട്ട് കാണാമെന്ന് ഞാൻ സൂം ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. എത്ര കണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല. അവിടെ ഒരു അകലൊരു പുലിയെ കണ്ടു, പുള്ളി. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടുന്ന് കുറച്ചും കൂടി സൂം ചെയ്ത് ചിലപ്പോൾ അത് കിട്ടും തന്നെ. കടുവ ഇതാ കടുവ നടന്നു, വലിയ കുഴപ്പമില്ല. ഇതൊക്കെ കടുവ പോണു. എവിടുന്നോ ഇടുക്കിന്നോ വയനാട്ടിൽ നിന്നിട്ട് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ള കടുവയാണെന്ന് തോന്നുന്നു. ഇതിനെ തൃശ്ശൂർ സൂല് കൊണ്ടുവന്ന് അതാണ് തോന്നുന്നത് ഈ കടുവ. അതിനൊരു ഉഷാറ് കുറവുണ്ട് കടുവയ്ക്ക് അല്ലേ? നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കടുവകൾ ഇങ്ങനെയല്ല. അവിടെ വല്ലതുണ്ടോ? ഇവിടെ ഉണ്ടോ വല്ലതും? ഇവിടെ കൊണ്ട് നടക്കുന്നു. അടിപിടി കൂടും. രണ്ടിനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കടുവകൾ കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും
ആ ഇതാണ് ഇതിൻ്റെ ഡിസൈനിങ് ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ ഒരു ആ സൂ ഡിസൈൻ ചെയ്യാനുള്ള കഴിവും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകത കാണാം. ഇതാ കടുവ നടക്കുന്നു. കാട്ടുപോത്തല്ലേ അവിടെ? വൈൽഡ് ഗോർ അല്ലേ, ഇന്ത്യൻ ഗോർ എന്ന് പറയാം, ബൈസൺ എന്നൊക്കെ പറയും. ഇത് ബഫല്ലോ എന്ന് പറഞ്ഞ സാധനം തന്നെ പറഞ്ഞത് ഈ ഇവിടെ കാണുന്നത്, ആഫ്രിക്കയിൽ കാണുന്നത്. ഇത് ഇത് ഇപ്പോൾ ഒരു സാധനത്തിന് അടുത്ത് കാണാൻ പറ്റിയത്. ഏതായാലും വൈൽഡ് ഗോർ, ഇന്ത്യൻ ഗോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപോത്ത്, ബൈസൺ എന്നൊക്കെ പറയാം. അതിനേതായാലും അടുത്ത് കണ്ടു. ബാക്കിയുള്ള സാധനങ്ങളൊന്നും അടുത്ത് കാണാൻ പറ്റിയില്ല. ബാക്കിയുള്ള മ്ലാവും മാനൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്നും അടുത്തുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ബസ്സിൽ കയറാം അല്ലേ? ബസ് വന്നു, കയറി. സ്ഥലം ഉണ്ടാവോ അതിൽ? താഴെ ഇപ്പൊ ടൗൺസിന്റെ അവിടെ നിർത്തുവോ? നിർത്തില്ലോ. ബസ്സിലൊരു ലേഡി ഡ്രൈവറാ. ഞാൻ KSRTCയിൽ ഇതുവരെ ലേഡി ഡ്രൈവേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അവർ. കാരണം ഇത് പ്രത്യേകിച്ച് ഇതിനുള്ളിൽ ഹെയർ പിൻ പോലെയല്ലേ, നല്ല എക്സ്പെർട്ട് ഡ്രൈവറാ. അത് ആദ്യത്തെ ഒരു അനുഭവമായി. ഇതിപ്പോൾ ഒട്ടകപ്പക്ഷി, ഇത് അവിടെ എന്തോ ഒരു സാധനമുണ്ട്, എന്താ അത് എഴുതി വെച്ചിട്ടില്ല, അവിടെ നോക്കട്ടെ. എമ്മുവാ? ഇത് എമ്മുവാണോ? ഇത് ഒട്ടകപ്പക്ഷിയാ. ഇത് ഒട്ടകപ്പക്ഷിയുടെ കുട്ടിയത് ഇതാ കാണുന്നത്, അത് നിൽക്കുന്നത്. അതതിൻ്റെ അത് വലുതല്ല, അത് ചെറുതാ. അതാ അതെ, ഒട്ടകപ്പക്ഷിയുടെ കുട്ടിയാണിത്. ഒട്ടകപക്ഷിയാണെന്ന് തോന്നുന്നു, അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കാണ്. പക്ഷെ അത് കണ്ടിട്ട് വെളുത്തിട്ടിരിക്കുന്നുണ്ട്. നമുക്കത് അറിയില്ല അതെന്താ സാധനം എന്നുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും അടുത്തേക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു ഹിപ്പോപ്പൊട്ടാമസിനെ. ഇത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കേജാണിത്. അതിന് വെള്ളത്തിലിറങ്ങി കിടക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണ്. അത് കൂട്ടിലാണ്, പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അതിന്. ഇതേതിൽ കാണാനൊക്കെ അടിപൊളിയല്ലേ? വൈകുന്നേരം ഒരു 3 മണി 3:30 വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്പോഴേക്കും ചൂടൊക്കെ ഒന്ന് കുറയുമല്ലോ. പിന്നെ ചുമ്മാ നടക്കുക, ബസ്സിൽ തന്നെ കയറണമെന്നില്ല, നടന്ന് സ്ഥലങ്ങളൊക്കെ കാണാം. അടിപൊളിയാണ്. നിങ്ങളേത് വഴി വരണേ? ഇല്ലില്ല, ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങി അവിടുന്ന്. ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനുള്ള ഗ്ലാസ് റൂമായിരിക്കും, അല്ല നീർക്കുതിര. അതെ, ഹിപ്പോപ്പൊട്ടാമസിനുള്ള സ്ഥലമാണ്. പക്ഷെ അതിനെ പുറത്തിറക്കിയിട്ടില്ല, കാരണം അതിനെ കൊണ്ടുവന്നിട്ട് 2 ദിവസമായിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടത്. അത് കാരണം അതിനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അവർ. അപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. ബസ്സിലിപ്പോൾ തിരക്കൊന്നുമില്ല, ആൾക്കാരൊക്കെ പോയി. ഞങ്ങളാകെ ബാക്കിൽ മൂന്നാളുണ്ട്. പിന്നെ ഞങ്ങൾ 2 ആൾ. ബസ്സിലേണ്ട പറ്റില്ല, കാരണം ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ഇതാണിപ്പോൾ ലാസ്റ്റ് പോയിന്റ്. ഒരു എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള തിരിച്ച് എൻട്രൻസിനെ അവിടെ ഡ്രൈവിങ് വളരെ സ്മൂത്താട്ടോ. നൈസ്. എന്താ പേരെന്താ? ജിസ്ന. ഇവിടെ തന്നെയാണോ നാട്? മണ്ണുത്തിയില്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ സുവോളജിക്കൽ പാർക്ക് കണ്ടു. സുവോളജിക്കൽ പാർക്കിൽ ആരും ഓടിപ്പിടിച്ച് വരണ്ട, കുറച്ച് കാലം കൂടി കഴിയും ശരിയായി വരാം.
വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നോ, അല്ലാത്ത കാര്യങ്ങൾക്ക് വരണ്ട. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കിടക്കാണ് പാർക്കിൽ നിന്ന്. ടിക്കറ്റ് കൗണ്ടർ പുറത്ത് കിടന്നിട്ട് കാർ പാർക്കിങ്ങിലേക്ക് വന്നു. ഇതാണ് സുവോളജിക്കൽ പാർക്ക്. ഇതിന് മുമ്പിലേ നല്ലൊരു അമ്പൽക്കുളമുണ്ട്, നല്ല രസമായിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്ക് എൻട്രൻസിൻ്റെ മുമ്പിൽ. ഇനിയിപ്പോൾ ഞങ്ങൾ കാർ പാർക്കിങ്ങിലേക്ക് പോട്ടെ, തിരിച്ച് കാറെടുത്ത് സ്ഥലം വിടാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷേ അതിന് ശേഷം കാര്യമായ രീതിയിലുള്ള വലിയ പ്രോഗ്രസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. കാലക്രമേണ വരുമായിരിക്കും വിചാരിക്കുന്നു. സർക്കാർ ഇത് കുറച്ചും കൂടി തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സ്പീഡപ്പ് ആക്കുക, അല്ലാതെ വല്ല പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്ത് ഇത് നല്ലൊരു എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരിക. കാരണം ഒരു 350 ഏക്കർ സ്ഥലം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ ഇവിടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ ഡെവലപ്പാവും. ആളുകൾ പുറത്തുനിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം വേണം. അല്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രമൊന്നും ആയിക്കഴിഞ്ഞാൽ ഇതെവിടെ എത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ, അതിന് ഓരോ ആളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജൊക്കെ, ഈ ചാർജ് കൊണ്ട് ഇപ്പോൾ ഇവിടെ മേടിക്കുന്നത് ഇപ്പോൾ 70 രൂപയാണ് ചാർജ് മേടിക്കുന്നത്. ഈ 70 രൂപ കൊണ്ട് ഇത്രയ്ക്ക് തന്നെ സംവിധാനം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പല ഈ എന്താ പറയുക, വണ്ടർല പോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മൾ സിൽവർ സ്റ്റോം അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ആളുകൾ ആ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോകുന്നത്. അതുപോലുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ ആനിമൽസിൻ്റെ ഷോവും അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ ഷോ, ഇതൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പലതും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തായ്ലൻഡിൽ പോയി അല്ലെങ്കിൽ സിംഗപ്പൂർ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാനുള്ള സംവിധാനമുണ്ട്. ദുബായിൽ അവിടെയൊക്കെ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് വരും. ഈ പ്രദേശമൊക്കെ ഡെവലപ്പ് ചെയ്യും, മൊത്തം ടൂറിസം ഡെവലപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് നടക്കില്ല. കാരണം ഇത് എളുപ്പമല്ല. ഇതിലിപ്പോൾ ആകെ 10% പോലും, ഈ ഇത്രയും വലിയൊരു ലാൻഡിൻ്റെ 10% പോലും സ്ഥലം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും. ഇനിയും കിടക്കാണ്. ഒരു മാക്സിമം ഇപ്പോൾ ഇതിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഉണ്ടായിരുന്ന സൂന്ന് മാറ്റിയിട്ടുള്ള ജീവികൾ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ സൂ ഉണ്ടായിരുന്ന ഏകദേശം 13 ഏക്കറാണ്, ഇത് 350 ഏക്കറാണ്. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണെന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ശരി, ഓക്കെ, ബൈ. വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യം കാണുന്നവർ എങ്ങനെയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ബൈ.